എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഇവരെന്ന് ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അവയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് ഇവരെന്ന് ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. Hierophant, King of Cups, Ace of Wands, Six of Cups, Seven of Swords and Three of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഹയറഫൻറ്റ് എനർജി ആൻഡ് 7 of Swords കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വ്യത്യസ്ത അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാസമായിരിക്കും. ആത്മീയമായിട്ടും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന, അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ വളരെ അപകടം പിടിച്ച സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ആ ഒരു സമയത്ത് ദൈവം രക്ഷിച്ചു എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വ്യക്തി ആ സിറ്റുവേഷനിൽ വന്നിട്ട് നിങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അത് എന്ത് തരത്തിലുള്ള സിറ്റുവേഷൻ വേണമെങ്കിലും ആകാം, പക്ഷെ ഓരോരുത്തരെ സംബന്ധിച്ച് അത് വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്ന് നോക്കിയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് അതൊരു ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും എങ്ങോട്ടേക്കെങ്കിലും പോകണം, വിസ ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ആരുടെയെങ്കിലും ഒരു സഹായത്തോടു കൂടിയിട്ട് പുറത്ത് കിടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം, അതായത് ഒന്നും നിങ്ങളുടെ കൈകളിലല്ല, പക്ഷേ അപ്പോൾ ആ സിറ്റുവേഷനിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മറ്റൊരാൾ എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച് മറ്റൊരാൾ എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കേസ് വല്ലതും നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് വകകൾ അങ്ങനെ പല കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ആ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ തിരിച്ച് ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചതി വഞ്ചന ലഭിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർമ്മയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരുന്ന സാഹചര്യമാവാം. അങ്ങനെയുള്ള കർമ്മഫലം മറ്റുള്ളവർ നിങ്ങൾക്ക് ക്രൂരമായിട്ട് നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ളതിൻ്റെ കർമ്മഫലം ലഭിക്കുന്ന സമയം എന്ന് പറയാം. അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് 6 of Pentacles എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായിട്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരേപോലെ ഒരുപക്ഷെ പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി ഇല്ലാത്തവർ ജോലി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നുണ്ടാവും. പ്രായമായിട്ടുള്ള മക്കളും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് ജോലി അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ പുതിയ ജോലിയോ പ്രൊമോഷനോ അങ്ങനെ ഒത്തിരി വഴികളിലൂടെ സാമ്പത്തികം നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ പ്രമോഷൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്നതും എന്നിരുന്നാൽ കൂടി നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിൽ കാണുന്നുണ്ട്. ഈ ഒരു അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റാണ്, വളരെ മാന്യമായിട്ടുള്ളൊരു നിങ്ങളുടെ സംസാരവും രീതിയും പ്രവൃത്തിയൊക്കെ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്നു. ഏത് പൊസിഷനിലായാലും പൊതുവെ ആളുകൾ ഇപ്പോൾ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ ആ ഒരു ധാർഷ്ട്യം ആ ഒരു രീതിയിലേക്ക് പോകാതെ ആ ഒരു സഹാനുഭൂതിയും സ്നേഹത്തോടും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
അതായത് ഇനി ജോലി ഇല്ല എന്ന് ചിന്തിച്ചും, ചിലപ്പോൾ ചില ആളുകൾക്ക് ജോലി നഷ്ടമായി എന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറ്റാരും ജോലിക്ക് പോകുന്നില്ലാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഒരു ജോലിയായിട്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നെന്ന് ചിന്തിക്കുന്നവർക്കും പുതിയൊരു ജോലി റിട്ടയർ ആയതിനു ശേഷം നിങ്ങളുടെ പ്രൈവറ്റിലോ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ആയവർക്ക് പ്രൈവറ്റിൽ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബിസിനസ്സിലേക്ക് താല്പര്യമുള്ളവർ അപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതോ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജനറലി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ ലോൺ അപ്ലൈ ചെയ്യാനോ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കാനോ ഒക്കെ പറ്റിയ ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. പുതിയ വാതിലുകൾ തുറക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ, എങ്ങോട്ടേക്ക് എന്നുള്ളത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തുന്ന, അതായത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി, സ്വന്തം ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധുജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളും നിങ്ങളെ അകറ്റി നിർത്തുക, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ പല കാരണങ്ങൾ, ചില ആളുകൾ ചില വ്യക്തികളെ മാറ്റി നിർത്തുന്നവരുടെ മതം, ജാതിയൊക്കെ നോക്കി മാറ്റി നിർത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മാറ്റി നിർത്തുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരെ അവഗണിച്ചിട്ടുള്ളതിൽ നിന്ന് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് എത്തുന്നൊരു സമയമാണ്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ തന്നെ അവരെ കൊണ്ട് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മാറ്റി നിർത്തിയ അതേ ആളുകൾ തന്നെ നിങ്ങളെ സ്വീകരിക്കുന്നൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതും, നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവർ അവരുടെ ജീവിതത്തിൽ അവരുടെ കർമ്മ ലഭിക്കുന്നതുമായിട്ടുള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസം സ്വപ്ന സാക്ഷാത്കാരത്തിന് സമയമാണ്. അപ്പോൾ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് മനസ്സിൻ്റെ എവിടെയോ ഒരു കോണിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു ആഗ്രഹം ഒരുപക്ഷെ നിങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ഹസ്ബൻഡോ ആരെങ്കിലും ചുറ്റിപ്പറ്റിയുള്ള കാര്യമായിരിക്കാം, ഇന്ന ആൾക്ക് എന്നുള്ള രീതിയിൽ. ഏത് തന്നെ ആയാലും നിങ്ങളുടെ ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു മാസമായിട്ടാണ് ഈ ഒരു മാസത്തെ കാണാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അതുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നു. ഏസ് ഓഫ് ഫോൺസ് ആൻഡ് 7 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചകന്ന് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ലക്ഷറിയിൽ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ പിയർ പ്രഷർ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ചിലപ്പോൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വാങ്ങിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ആവശ്യമുള്ളതല്ലാതെ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതോ, അല്ലെങ്കിൽ അത് കുടുംബത്തിലെ അന്തരീക്ഷം മനസ്സിലാക്കാത്ത ഇന്നൊരു ബൈക്ക് വാങ്ങിക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്ന ഷൂ വാങ്ങിക്കണമെന്നോ, ഇന്ന പേഴ്സ് വാങ്ങിക്കണം, ഇന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു പ്രായത്തിലുള്ളവരായിരിക്കാം, അവരുടെ ചിന്തയിലേക്ക് പോകുന്നില്ല കുടുംബത്തിലെ അന്തരീക്ഷം. അപ്പോൾ കുടുംബത്തിലെ സാഹചര്യം ഒളിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ വളർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി, ഇവിടുത്തെ സ്ഥിതി ഇതാണ്, ഇങ്ങനെയാണ്, ഇത്രയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പക്ഷേ ചില കുട്ടികൾ അത് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പുറത്തുനിന്നുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന, അതായത് അപ്പോൾ ജോലിക്ക് നിൽക്കുന്ന എല്ലാ ജോലിക്കാരും ചീത്തയാണെന്നുള്ളതല്ല കേട്ടോ അതിനർത്ഥം. ജോലിക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിലപിടിപ്പുള്ളത് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിലപിടിപ്പുള്ളതൊന്നും പുറത്ത് വെറുതെ വയ്ക്കാതിരിക്കുക. ഓക്കെ, അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.